1980 കേരളത്തിൽ ഒരു മെഗാ ഹിറ്റ് ചിത്രം പിറന്നു. പി ചന്ദ്രകുമാർ പ്രേം നസീറിനെ നായകനാക്കി സംവിധാനം ചെയ്ത എയർ ഹോസ്റ്റസ്. എയർ ഹോസ്റ്റസ് എന്ന ചിത്രം പ്രേം നസീറിൻ്റെ മാത്രം ചിത്രമായിരുന്നില്ല. അതിൽ എയർ ഹോസ്റ്റസായി അഭിനയിച്ച രജനി ശർമ്മയുടെ ചിത്രം കൂടിയായിരുന്നു. രജനി ശർമ്മ ബോളിവുഡിലും ബംഗാളി സിനിമകളിലും ഒക്കെ അഭിനയിച്ചതിന് ശേഷമാണ് എയർ ഹോസ്റ്റസിൽ അഭിനയിക്കാൻ എത്തിയത്. എയർ ഹോസ്റ്റസിൽ ചൂടൻ രംഗങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഒരു രംഗം ബാത്ടപ്പിൽ രജനി ശർമ്മ കുളിക്കുന്ന രംഗമായിരുന്നു. ആ രംഗത്തൊക്കെ കയ്യും മെയ്യും മറന്ന് രജനി ശർമ്മ അഭിനയിച്ചു. പ്രേം നസീറിൻ്റെ വ്യത്യസ്ത ഗെറ്റപ്പും രജനി ശർമ്മയുടെ മാദക ഭാവങ്ങളും ചിത്രത്തെ വലിയ വിജയത്തിൽ കൊണ്ടെത്തിച്ചു. എയർ ഹോസ്റ്റസ് പിന്നീട് പല സിനിമകളിലും റീമേക്ക് ചെയ്യപ്പെട്ടു എന്നതും ശ്രദ്ധേയം. രജനി ശർമ്മ ആദ്യമായി അഭിനയിക്കുന്നത് ബോളിവുഡിൽ. ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചെങ്കിലും രജനിക്ക് വേണ്ട ഹൈപ്പ് ലഭിച്ചില്ല. പിന്നീട് ബംഗാളി സിനിമകളിൽ അഭിനയിച്ചു, തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചു. അവിടെയൊക്കെ ആവോളം ഗ്ലാമർ കാട്ടി രജനി. പക്ഷേ മലയാളത്തിലാണ് അവരുടെ ഗ്ലാമർ ശ്രദ്ധിക്കപ്പെട്ടത്, അവരുടെ സൗന്ദര്യം ശ്രദ്ധിക്കപ്പെട്ടത്. എയർ ഹോസ്റ്റസ് എന്ന സിനിമ മലയാള സിനിമയിൽ അക്കാലത്തെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായി മാറി. 1980 ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി എയർ ഹോസ്റ്റസ് മാറി. അതിലെ ഗാനങ്ങളും ശ്രദ്ധേയമാണ്. ONVയും സലിൻ ചൗധരിയും ചേർന്നാണ് എയർ ഹോസ്റ്റസിലെ ഗാനങ്ങൾ ഉണ്ടാക്കിയത്, ഗാനങ്ങൾ പടുത്തുയർത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ എന്ന ഗാനം ഭയങ്കര ഹിറ്റായ ഒരു ഗാനമാണ്. കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രം കൂടിയായിരുന്നു എയർ ഹോസ്റ്റസ്. ഇതിൽ പ്രധാന വില്ലനായി അഭിനയിച്ചത് ലാലു അലക്സ് ആയിരുന്നു എന്നത് ശ്രദ്ധേയം. ലാലു അലക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ വില്ലൻ വേഷം അദ്ദേഹത്തിന് വലിയ മൈലേജ് നൽകി. ജോസ് പ്രകാശ് അടക്കമുള്ള മുൻനിര താരങ്ങളും ചിത്രത്തിൽ ഉണ്ടായിരുന്നു. ഒറ്റ ചിത്രത്തോടെ രജനി ശർമ്മ മലയാള സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചു. മലയാളത്തിൽ അവർക്കായി പ്രോജക്റ്റുകൾ ഒരുങ്ങി, അവരെ ലാക്കാക്കിക്കൊണ്ടുള്ള പ്രോജക്റ്റുകൾ. പക്ഷേ മലയാള സിനിമയിൽ കൂടുതൽ അഭിനയിക്കാൻ എന്തുകൊണ്ടോ അവർ താല്പര്യം കാട്ടിയില്ല. അവർ അവരുടെ വഴിക്ക് അങ്ങ് പോയി. രജനി ശർമ്മയെ ഇപ്പോഴും ഒരു കാലത്തെ മലയാളികൾ ഓർക്കുന്നുണ്ടാകും. അവർ ഇപ്പോൾ വൃദ്ധരായി കഴിഞ്ഞുമുണ്ടാകും. കാരണം എയർ ഹോസ്റ്റസൊക്കെ ഒരു കാലത്തെ യുവാക്കളുടെ ഹൃദയത്തെ സ്പർശിച്ച, അല്ലെങ്കിൽ ഹൃദയത്തിൽ രോമാഞ്ചമുണർത്തിയ ചിത്രമായിരുന്നു. ബിക്കിനി അണിഞ്ഞ് രജനി ശർമ്മ കുളിക്കുന്ന രംഗം കാണാൻ എയർ ഹോസ്റ്റസ് പല പ്രാവശ്യം കണ്ട പ്രേക്ഷകർ ഏറെ. കുടുംബ പ്രേക്ഷകരും ചിത്രം ഏറ്റെടുത്തു. നല്ലൊരു കുടുംബ ചിത്രമായിരുന്നു എയർ ഹോസ്റ്റസ്. അല്പം സസ്പെൻസൊക്കെ ഉള്ള ചിത്രം. പ്രേം നസീറിൻ്റെ മാൻഡ്രസങ്ങളൊക്കെ നിറഞ്ഞു നിന്ന ചിത്രം. പ്രേം നസീർ തകർത്തഭിനയിച്ച ചിത്രമെന്ന് പറയുന്നതാകും ശരി. പ്രേം നസീറിനെക്കാളും ചിത്രത്തിൽ സ്കോർ ചെയ്തത് രജനി ശർമ്മയാണ്. രജനി ശർമ്മ ആ ചിത്രത്തിൽ അടിമുടി നിറഞ്ഞു നിന്നു, മാദക തിടമ്പായി. രജനി ശർമ്മയുടെ ചിത്രത്തിലെ കഥാപാത്രം പ്രേക്ഷകരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. എന്തുകൊണ്ടോ പിന്നീട് മലയാള സിനിമയിൽ അവർ കൂടുതൽ സജീവമായില്ല. വീണ്ടും അവർ ബംഗാളി, ഹിന്ദി ചിത്രങ്ങളുടെ ചാകരക്കാലത്തിലേക്ക് പോയി. പിന്നീട് അങ്ങോട്ട് അവർ അപ്രത്യക്ഷ ആയി. അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. ഏതോ നാട്ടിൽ, ഏതോ കോണിൽ രജനി ശർമ്മ ഉണ്ടാകും. പക്ഷേ എയർ ഹോസ്റ്റസ് എന്ന സിനിമ കാണുന്ന പ്രേക്ഷകൻ്റെ മനസ്സിൽ എക്കാലവും രജനി ശർമ്മ ഉണ്ടാകും. കാരണം അത്രയേറെ അവർ ആ ചിത്രത്തിൽ അവർ ആ ചിത്രത്തിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടി, മലയാളികളുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. രജനി ശർമ്മ ഒരു കാലത്തെ തരംഗമായിരുന്നു. ഒരൊറ്റ ചിത്രത്തിലൂടെ തരംഗമായി മാറാൻ അവർക്ക് സാധിച്ചു. അതാണ്
അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്.